അറ്റുപോയെങ്കിലും തുന്നിച്ചേർത്ത ഇടതുകൈയുമായി ജീവിതം തിരികെ പിടിച്ച് മികച്ച ഒരു സംരംഭകയായിരിക്കുകയാണ് മാന്നാർ പഞ്ചായത്ത് 9-ാം വാർഡിൽ കുട്ടമ്പേരൂർ ആറ്റിങ്ങൽ വീട്ടിൽ മാത്യൂസിന്റെ ഭാര്യ അനിത. ആറ്റിങ്ങൽ ഫ്ലോർ മിൽ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉടമയാണ് അനിത മാത്യു എന്ന സുമി. 2021 മെയ് 10-നാണ് അനിതയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമുണ്ടായത്. കൊപ്ര ആട്ടിക്കൊണ്ടിരിക്കെ എക്സ്റ്റെല്ലറിൽ ഇടതുകൈ അകപ്പെടുകയും മുട്ടിന് താഴെ മുറിഞ്ഞു പോവുകയുമായിരുന്നു. തുടർന്ന് 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കൈ തുന്നിച്ചേർത്തെങ്കിലും പൂർണ്ണമായും സ്വാധീനമായിട്ടില്ല. എന്നാൽ ഇതൊരു കുറവായി കാണാതെ ആത്മവിശ്വാസത്തോടെ 15 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അനിത മറ്റൊരാളുടെ സഹായത്തോടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും പിന്നീട് പരസഹായമില്ലാതെ സ്വയം മുന്നോട്ടു പോകാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ മെഷീനകത്ത് കൊപ്ര ആട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യെ വളയുടക്കി, ഇതിൻ്റെ ഒരു ഞട്ടയിൽ വളയുടക്കുമായിരുന്നു. വളയുടക്കി കയ്യെ മുറിഞ്ഞ് താഴെ പോവുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ കയ്യെ ഒരു കവറിനകത്ത് ഇട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ വെച്ച് തുന്നി ചേർത്താണ് ഈ കയ്യെ. ഇത് വലിയ സ്വാധീനമൊന്നുമില്ല. ഈ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. പന്തളം പൂഴിക്കാട് ചാമുട്ടത്ത് ജോർജ് കുട്ടി അമ്മിണിയമ്മ ദമ്പതികളുടെ മകളായ സുമിയെ പ്രവാസിയായ ജോൺസൺ മാത്യൂസ് വിവാഹം കഴിച്ചതോടെയാണ് കുട്ടമ്പേരൂരിലെത്തിയത്. ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ജോൺസൺ മില്ലിൻ്റെ പ്രവർത്തനത്തിൽ ഭാര്യയെ സഹായിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹമാണ് വീട്ടിൽ തന്നെ സംരംഭം ആരംഭിക്കാൻ പ്രേരണയായത്. ഇതിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ ധനസഹായത്തോടെ 2020 ജൂലൈ 15-ന് കൊപ്ര ആട്ടുന്നതും മുളക്, മല്ലി, മസാല, ഗോതമ്പ്, അരി തുടങ്ങിയവ പൊടിച്ചു കൊടുക്കാനുമുള്ള സംരംഭം പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയിരിക്കെയാണ് അപകടം സംഭവിച്ചത്. അംഗപരിമിതർക്കായി ഒട്ടനവധി സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അതിലൊന്നുപോലും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അധ്വാനിച്ചു തന്നെ ജീവിക്കുമെന്നും 44-കാരിയായ അനിത മാത്യു പറഞ്ഞു. മക്കളായ ജോസ്ന മാത്യു, ജോസ്നി മാത്യു, ജോസിൻ മാത്യു എന്നിവർ അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ അനിതയ്ക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.